മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുകയാണ്. മഴക്കാലം വരാനിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഒടിഞ്ഞു തൂങ്ങാറായി കിടക്കുന്ന മരങ്ങളൊക്കെ വെട്ടിമാറ്റുക എന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം കളക്ട്രേറ്റ് പരിസരത്താണ്. ഈ പരിസരത്ത് കെട്ടിടങ്ങൾക്ക് മുകളിലൊക്കെ ധാരാളം മരങ്ങൾ അതിന് മുകളിലേക്ക് ചാഞ്ഞു കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ വലിയ തരത്തിൽ അപകട സാധ്യതയുണ്ട്. അത് മുറിച്ചു മാറ്റുകയാണ് ഇവിടുത്തെ ട്രോമോ കെയർ വോളണ്ടിയർമാർ. നമുക്കറിയാവുന്നതുപോലെ ഇത്തരം സന്നദ്ധ പ്രവർത്തന രംഗത്ത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സേവന കൂട്ടമാണ് ഈ ട്രോമോ കെയർ എന്ന് പറയുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ ആസ്ഥാനത്തെ ഈ മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്ന പ്രവൃത്തി ചെയ്യുന്നത്. നമുക്കറിയാവുന്ന ഈ ദൃശ്യങ്ങളിൽ കാണാൻ തോന്നുന്നു വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ജോലി കൂടിയാണ്, ഒരു പ്രവൃത്തി കൂടിയാണ്. അത് വളരെ അപകടം നിറഞ്ഞതാണ്. പക്ഷേ കൃത്യമായ പരിശീലനം സിദ്ധിച്ചവരാണ് അവർ. ഈ നാടിൻ്റെ വിവിധ മേഖലകളിൽ സേവനം ചെയ്യുന്നവരാണ് ഈ ട്രോമോ കെയർ വോളണ്ടിയർമാർ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ പല അപകടങ്ങളും പല സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന ഒട്ടനവധി കൂട്ടായ്മ പ്രവർത്തകരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്നദ്ധ വോളണ്ടിയർ വിങ്ങാണ് ഈ ട്രോമോ കെയർ എന്ന് പറയുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മലപ്പുറം കളക്ട്രേറ്റ് പരിസരത്ത് ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്നത്. വളരെ അപകടം പിടിച്ചൊരു പണി കൂടിയാണ്. ഏതായാലും ഇപ്പം ഈ ട്രോമോ കെയറിന്റെ നേതൃത്വത്തിൽ നിന്ന് ആളുകൾ തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നത്. സാറിന്റെ പേരെന്തായിരുന്നു? പ്രതീഷ് അല്ലേ? ട്രോമോ കെയറിന്റെ ജില്ലാ സെക്രട്ടറി. ഇതിപ്പം നമ്മൾ ജില്ലയിൽ മൊത്തം നടത്തുന്ന പരിപാടികളുടെ ഭാഗമായിട്ടുള്ളൊരു അതെ അതെ ജില്ലയിലെ എല്ലാ സ്ഥലത്തും ഈ ഇത്തരത്തിലുള്ള അപകട ഭീഷണിയുള്ള സാധനങ്ങൾ വെട്ടിമാറ്റുന്നു. അതുപോലെ ശുചീകരണ പരിപാടികൾ നടക്കുന്നു. ഒരു മഴക്കാല മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്കാണ്. ഇതിൽ ഏറ്റവും റിസ്ക് എന്ന് പറയുന്നത് ഈ ഒരു മരമാണ്. കാരണം വളരെ ദ്രവിച്ചു പോയ മരം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ അപകടമാണ് മുറിച്ച് മാറ്റുന്നത്. ഇതിൻ്റെ അടക്കം തന്നെ ഈ കളക്ടറേറ്റിലുള്ള സിവിൽ സ്റ്റേഷനകത്തുള്ള ഒട്ടനവധി മരങ്ങൾ ഇതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇത്തരത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. നേരത്തെ അവർ ആവശ്യപ്പെട്ടതാണ്. അതെ, അത് നമുക്ക് രേഖാമൂലം നമുക്ക് കളക്ടറേറ്റിൽ നിന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലെറ്റർ കിട്ടുന്നു. അതിനനുസരിച്ച് പെർമിഷൻ കിട്ടിയത് മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യുള്ളൂ. മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഈ മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിന്? നമ്മൾ ഇതുപോലെ തന്നെ മഴക്കാല ദുരന്തവും മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മലയോര മേഖലകളിൽ നമ്മളൊരു സർവേ നടക്കുന്നുണ്ട്. ഈ വീടുകൾ, ഒറ്റപ്പെട്ട വീടുകൾ. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവേ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡാറ്റാസ്, എത്ര ആളുകളുണ്ട് ഒരു വീട്ടിൽ, എത്ര മൃഗങ്ങളുണ്ട്, അവരുടെ കോൺടാക്ട് നമ്പർ, ഇത്തരത്തിലുള്ള ഒരു സർവേ നമ്മൾ മലയോര പ്രദേശങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ഇതുപോലെ ട്രോമോ കെയറിന് സഹായം ലഭിക്കുമോ അവർ ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും നമ്മുടെ എന്താ വെച്ചെങ്കിൽ ഇത് അപകട ഭീഷണിയുള്ള സാധനങ്ങൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വഴിക്ക് ഇത്തരത്തിൽ റിക്വസ്റ്റ് വരുമ്പോൾ നമ്മളത് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. പിന്നെ പല ആളുടെ ഉപജീവന മാർഗമാണ് ഇത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ അപകട ഭീഷണിയുള്ളത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിന്റെ ഇവിടെ നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ തന്നെ ഇത് വലിയ മരങ്ങളിലേക്ക് ഇങ്ങനെ കയറുന്നതിന് പരിശീലനം ഇതിനെല്ലാം പരിശീലനം നമ്മൾ നേടിയതാണ് ട്രോമക്കാരിൽ നിന്ന്. ഇപ്പോഴും ഞങ്ങൾ പുതിയ ആളുകൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഈ ട്രോമോ കെയർ ഒട്ടനവധി ആളുകളുണ്ട്, ലക്ഷങ്ങൾ ഉണ്ട്. മലപ്പുറം ജില്ലാ ട്രോമോ കെയറിന്റെ കീഴിൽ കുറേ ആളുകളുണ്ട്. എല്ലാ സ്റ്റേഷൻ യൂണിറ്റിന്റെ കീഴിലും നമ്മൾ ട്രോമോ കെയർ വർക്ക് ചെയ്യണം. വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ നടക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളുണ്ട്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ഈ ട്രോമോ കെയർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്നത്. മരങ്ങൾ മുറിച്ചു മാറ്റുക മാത്രമല്ല, അത്തരത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും ഈ ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം അതുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടി. എന്തായിരുന്നു പേരെന്തായിരുന്നു? മലപ്പുറം വില്ലേജ് അസിസ്റ്റന്റ്. ഇപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നുണ്ടല്ലേ? അതെ, നമുക്ക് ഇത്തരത്തിൽ ഇപ്പം ഇത് പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി നടന്നു പോകുന്നൊരു സ്ഥലമാണ്, പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത് നിരന്തരം ഇങ്ങനെ ഇതിവന്ന് പൊട്ടി വീഴുന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ഒരു അപേക്ഷ നമ്മുടെ മുമ്പിലുള്ളതാണ്. നമ്മളിത് ട്രോമോ കെയറിനെ അറിയിച്ച ഉടനെ തന്നെ ഒരു നടപടി അതിലുണ്ടായി. ഇത് മഴക്കാലത്തിന് മുൻപായിട്ട് ഇതൊരു വലിയ അപകടം ഉണ്ടാകാതിരിക്കാൻ. അതെ 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 ഇത് ഏകദേശം ദ്രവിച്ചുണങ്ങിയ അവസ്ഥയിലാണ് ഈ മാവ് നിൽക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മരങ്ങളൊക്കെ നമുക്ക് മുറിച്ചു മാറ്റാൻ സാധിക്കുന്നതാണ്. നിലപാട് തന്നെയാണ്. അപ്പം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കേവലം അഴുക്കുകൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ മാറ്റുന്നതിനപ്പുറത്ത് ഇത്രയും റിസ്ക് ആയിട്ടുള്ള ജോലികളൊക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ കൂട്ടായ്മയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ നമുക്ക് ഒരു അപകടങ്ങളോ മറ്റൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഓടിയെത്താറുണ്ട്. അപ്പോൾ അവരുടെ നിത്യ ജീവിതത്തിലുള്ള ആ ഒരു പ്രവർത്തനങ്ങൾക്കപ്പുറം ഇപ്പം കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ട്രോമോ കെയർ വോളണ്ടിയർമാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. മലപ്പുറം കളക്ട്രേറ്റ് പരിസരത്താണ് ഇപ്പോൾ അവർ ഈ മരം മുറി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് അൻരൂപിച്ചുകൊണ്ടൊപ്പം ജംഷീർ കൊടുങ്ങി, മീഡിയ 1.